ഇത് മൊത്തം ഇന്ന് ശവനപ്പഴയാണ് വന്നത്. കാര്യം നമ്മുടെ എമർജൻസി കെട്ടുപോയി, പെട്ടെന്നിരുന്ന് മൈക്ക് ഓഫായി പോയി, എല്ലാം കൊണ്ടും തകരാറാണ്. അയ്യോ കണ്ടോ എന്നെ ചെയ്യും. നമ്മുടെ കൈച്ചരടിൻ്റെ അവിടെയാണ് ഇത്രയും മീൻ ഉടക്കിയത്. ഇതൊരു സൂപ്പർ ഉറുവായ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നൈറ്റ് ഫിഷിങ്, അതായത് രാത്രിയിലെ മീൻപിടുത്തത്തിന് വേണ്ടി നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. എവിടെ രാമനുണ്ടോ? നമ്മൾ വരാൻ ഇനി നോക്കി നിൽക്കുക. ഇനി നമ്മൾ വലയിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് വല എടുക്കുമ്പോൾ കാണാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ വലയിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. വല നമുക്ക് എടുക്കാം. ജീവനോടെ നമുക്ക് നോക്കാം, എന്തുമാത്രം ജയിക്കുമെന്ന് നോക്കാം. നമ്മൾ വല എടുത്തിട്ടുണ്ട്, ജീവനോടെ ഇടുന്നതിന് വേണ്ടിയാണ്. നോക്കാം നമുക്ക്. കെട്ടൊക്കെ കെട്ടി ഈ കാലേ കെട്ടി ഇപ്പോഴും ശരിയാകത്തുള്ളൂ. ഇത് ഭയങ്കര താമസമാകും. ജീവനോടെ ആദ്യത്തെ മീനാണ് നമ്മൾ ജീവനോടെ ഇടുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തത് നോക്കാം. ഒരു ചെറിയ അറിഞ്ഞിലുണ്ട്. വേണ്ട, പിന്നെ ഇത് കുറവായ വലുത് മാത്രം എടുക്കാം അല്ലേ? ഇപ്പൊ തന്നെ ഒഴുക്കായി. മഴ പെയ്യാനുമുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇന്ന് ഒരു പരിപാടി നമ്മൾ നോക്കുകയാണ്. മീൻ ജീവനോടെ തന്നെ നമുക്ക് ഇടാൻ ഒക്കുമോ? കലക്കവെള്ളത്തിൽ നമ്മൾ ജീവനോടെ തന്നെ ഇതുപോലെ അത് വീട്ടിൽ ഒരു വല വലിച്ച് വീട്ടിൽ കടവിൽ ചെന്ന് നമ്മൾ നേരെ വലയ്ക്കകത്തോട്ട് ഇടുകയാണ്. ഇത് 50 അതായത് കുറുവ കിട്ടുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂടിയല്ലേ? പിന്നെ കൂടിയ കണ്ടമാനം മീൻ കയറി ഉടയ്ക്കാൻ നമ്മുടെ പരിപാടി ഓക്കെ ആവും. ഇത് ഇപ്പം കണ്ടമാനമായ മീനായാൽ നമ്മുടെ പരിപാടി ശരിയാകത്തില്ല. കാര്യം ഇത്ര മീൻ ഊരി ഇട്ട് വല വലിച്ച് വരുമ്പം നല്ല ഒഴുക്കില്ലാതെ നിൽക്കണം. ഇപ്പോൾ ഒഴുക്ക് ചെറുതായിട്ടായി, പടിഞ്ഞാട്ട് ഒഴുക്കായി. അതാണ് നോക്കാം എന്തുമാത്രം വിജയിക്കുമെന്ന് അറിയാൻ കാണുന്നില്ല. ഇപ്പം ഇങ്ങനെ ഈ കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെ നോക്കും? അടിയിലോട്ട് മീൻ കിടക്കുക കണ്ടോ?
വിജയിക്കാൻ ചാൻസ് ഇല്ല. കാര്യം ഇത്ര മീൻ നമ്മൾ ഇത് നടക്കും. രണ്ടുപേരും കൂടെ എടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കാൻ മേലാതാവും. അതായത് നോക്കാം നമുക്ക്. ഇത് ഇന്നലത്തെ വാറൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ നടക്കില്ല. ഇപ്പം നമ്മൾ വല വലിച്ച് എന്തായാലും നോക്കി പത്താമത്ര എടുത്ത് ചെയ്യണോ എടുക്കും. ഇതിനകത്ത് മീൻ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കെട്ട് മുറിപ്പോവും. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യാം, വല വലിച്ചു വെച്ചിട്ട് ലാസ്റ്റ് കിട്ടിയ മീനെ കാണിക്കാം. മറ്റേ വലിയ കളിക്കാത്തിട്ട് ഇടാൻ നേരത്ത് അപ്പം നമ്മുടെ ഈ പരിപാടി നമ്മൾ ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. നമ്മൾ വല വലിച്ചു വെക്കുക. കാര്യം നമ്മുടെ കാര്യങ്ങൾ റെഡിയാകത്തില്ല. പൂള വരികയാണ്. ഒഴുക്ക് ഇറക്കമായി. പിന്നെ വീഡിയോ എടുക്കാതിരിക്കണം. രണ്ടുപേരും കൂടെ മീൻ എടുക്കണം. ഒന്നും വേണ്ട, ഇപ്പം നമുക്ക് അങ്ങോട്ട് വലിച്ചു വെക്കാം. എളുപ്പം ഒഴുക്കാവുകയാണ്. ഇനി നമ്മൾ വലയുണ്ട്, വല വലിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മീൻ എടുക്കാനും മറ്റു കാര്യങ്ങളും നോക്കിയാൽ മറ്റേ വല ഒഴുക്ക് പിടിച്ചങ്ങ് പോകും. അതിനിടയ്ക്ക് ഉടക്കം വരുന്നുണ്ട്. നാശമായോ? ഒക്കെ വലയൊക്കെ ഉടക്കി വരുന്നതാ. ഏറ്റത്ത് വലയാ. ഇപ്പൊ ഒഴുക്കെടുക്കുമ്പോ ഇതങ്ങ് പോവും. നമുക്ക് ധൃതി കൂടുമ്പം മഞ്ഞക്കുരിയുണ്ട്. മഴ പെയ്താൽ കൂടുതൽ. അതെ, മഴ പെയ്യുമ്പോൾ മീൻ കൂടുതൽ കിട്ടും. നമ്മുടെ വല വലിച്ച് തീരാറായി. അവിടെ മീൻ കിടക്കുന്നുണ്ട്. രണ്ടെണ്ണം. ഒരു മഞ്ഞക്കൂരിയാണ് അതല്ലേ? ഒരു കണ്ണം മഞ്ഞക്കൂരിയ. ഒഴുക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ വല കഴിഞ്ഞ് നമ്മുടെ ഇതിൽ കുറച്ചേറെ മീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മീൻ നമ്മുടെ ജീവനോടെ നമ്മൾ വലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഈ മീനും നമ്മൾ അവിടെ ചെന്ന് വലയ്ക്കകത്ത് ഇടാമോ എന്ന് നോക്കുക, ആകാതെ എടുക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതുവരെ മീൻ എടുത്താലേ ചാകാതെ ഇടാനൊക്കത്തുള്ളൂ. നമ്മളെ വീട്ടിൽ കടയിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ജീവനോടെ മീനിടുന്നതിന് വേണ്ടി നമ്മൾ വല ഇണക്കിയിട്ടുണ്ട്. വേണ്ട, അല്ല ഇവിടെ വെള്ളത്തിൽ കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മീൻ ഊരി ഊരി ഇടും. അതാണ് നമ്മുടെ പരിപാടി. ഉണ്ടോ? അപ്പോൾ മീൻ മൊത്തം നമുക്കൊന്ന് കാണിക്കാനൊക്കാതെ വരും. എടുക്കുമ്പം കണ്ടല്ലോ ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് മീൻ നമ്മൾ നേരത്തെ തന്നെ ഊരിയെടുത്ത് ഇനിയിപ്പം ഇതുപോലെ തന്നെ ഇതെല്ലാം മീൻ മുഴുവൻ ഊരി ജീവനോടെ ഇടാവുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ, മീനിൻ്റെ ഫുൾ വീഡിയോ കിട്ടത്തില്ല.
കാണിക്കാം. ലാസ്റ്റ് നമ്മള് എത്രമാത്രം മീൻ കിട്ടിയെന്ന് നമ്മൾ ഈ മല പൊക്കി കാണിക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത വര നമ്മളിത് ഇവിടാണ് നട്ടിരിക്കുന്നത്. നമുക്ക് പൊക്കി നോക്കാം, ഉരിയെടുക്കാം. ഒഴുക്ക് വീണു പോയി, അതാണ് നമുക്ക് തെറി വരുന്നത്, തെറി വെക്കുന്നത്. കാര്യം വല അങ്ങ് ഒഴുകി പോവും. അത് ചെന്ന് ഉടക്കിനി എന്ന് കയറത്തേ ഉള്ളൂ. ഉടക്കിനി എന്ന് കയറി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വല മൊത്തം കയറിപ്പോവും. ഇതൊരു ചെറിയ മീനാണ്, ചെറിയൊരു പരല. ഇതിൻ്റെ വാ കയറി ഉടക്കുന്നതാണ്. നോക്കുന്നില്ല, തൂളി. ഇനിയിപ്പോൾ മീൻ കൂടുതൽ നമ്മളെ വല കിട്ടുന്നുണ്ടെങ്കിൽ ഉടക്കുമെന്ന് കയറി കവുങ്ങ. വീണ്ടും തൂളിയാ. നമ്മളിതേ വള്ളത്തെ കുറച്ച് വെള്ളം കോരിച്ചിരിക്കും, കാര്യം നമ്മുടെ മീൻ ചത്തുപോകാതിരിക്കാൻ. വീണ്ടും തൂളിയാ. ഓള വരുന്നു, ഓള. അതൊരു ശല്യം. എന്തായാലും നല്ല വലിച്ചെടുക്കാതിരിക്കാനൊക്കത്തില്ല. നമുക്ക് ഇത്രയും തൂളി കിട്ടിയിട്ടുണ്ട്. വേണ്ടേ, വീണ്ടും വീണ്ടും തൂളി മാത്രമേ വന്നുള്ളൂ. ഇത് മഞ്ഞക്കുഴി എല്ലാം വലിയ പെരുത്ത തൂളിയാണ്. കുറച്ച് വെള്ളം കോരിച്ചരിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്, മീൻ ചത്തുപോകാതിരിക്കാൻ. പോള കഴിയട്ടെ, നമുക്ക് വീണ്ടും വേണ്ടേ. ഓളയുടെ ശല്യം. മഞ്ഞക്കുരി വന്നു, മഞ്ഞക്കുരി വന്നു കരയുന്നു. മീനുണ്ട്, ഇവിടെ കിടന്ന് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അടിയില് നമ്മുടെ എമർജൻസി നിന്നോ, വെട്ടവും കുറഞ്ഞു പോയോ? മഞ്ഞക്കുരി അതേ ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ട്. ആകെ കുഴപ്പമല്ലേ. വെള്ളം വെട്ടം ഇനിയിപ്പം വിഷയമാണ്. അതെല്ലാം കാണരുത്, ഈ അറ്റത്ത് കാണരുത്. ഇത് മഞ്ഞക്കുരി, ഇത് തൂളിയ. വേണ്ട, വീണ്ടും മഞ്ഞക്കുരിയ. മഞ്ഞക്കുരിയും തൂളിയും കൂടെ. തൂളിയ, ഇതും തൂളിയ. നമ്മൾ പറഞ്ഞല്ലോ, വെള്ളം കോരിച്ചരിക്കാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. മീൻ ചത്തു പോകും. ഇത്ര വള്ളത്തെ ഉള്ളത് കൊണ്ട് നമ്മൾ വല വലിക്കുന്നതും വള്ളത്തെ ഇരിക്കുന്നതും വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു എളുപ്പമാണ് ഇനി വള്ളം മറിയാൻ. ഒരു പെരുത്ത തുളിയ. നോക്കാം. അതങ്ങ് പടിഞ്ഞാറ് പോയി.
ഇത് മുഴുവൻ അഴുക്കുണ്ട്. വേണ്ടേ തൂളിയ, വീണ്ടും തൂളിയ, മഞ്ഞക്കുരിയ. എന്നാലും കുറച്ച് മീൻ ചത്തു പോകും അല്ലേ? അവിടെ ഒരു ഉടക്കുണ്ടായിരുന്നു, കിട്ടിയില്ല. തൂളി മാത്രമാണ്. ഇന്നത്തെ പോലെ കുറച്ച് വെള്ളം കൂടെ ചെരിച്ച് വെക്കത്തുള്ളൂ. തൂളിയോ അത് വലുതെന്ന് പറഞ്ഞാൽ വലിയ മുഴുത്ത, വാഴയാണ് മുഴുത്ത തൂളിയ. അതാണ് അതുകൊണ്ട് ഒരെണ്ണം പോയി. വല വലിച്ച് തീരുക. ഇപ്പം നമ്മുടെ വലയിൽ കിടക്കുന്ന മീൻ കണ്ടോ? ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ മീൻ ഊരിയിടുന്നത് നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാര്യം ഇത് ജീവനോടെ ഇടാനാണ് നമ്മുടെ ശ്രമം. അപ്പോൾ നമുക്ക് ലാസ്റ്റ്, അതായത് മീൻ മൊത്തം എടുത്തിട്ട് വലയ്ക്കകത്ത് കിടക്കുന്ന മീൻ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വലയാണ്. പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പാടാം. വലയുടെ കെട്ടങ്ങ് മുറിയിപ്പോയി, കരി ഒഴുക്ക് പിടിച്ച്. കുറ്റി അവിടെ തന്നെ നിൽക്കട്ടെന്ന് വെച്ചു. നമുക്ക് ഇതൊന്ന് വലിച്ചു നോക്കാം. ഇതൊഴുക്ക് വന്ന് ഇന്ന് പടിഞ്ഞാട്ട് പോയിരിക്കുകയാണ് വല. നമ്മുടെ കാൽക്കുലേഷൻ ശരിയായില്ല. ഒത്തിരി ഉണ്ട്. അയ്യോ, കണ്ടോ എന്നെ ചെയ്യും. നമ്മുടെ കൈച്ചരടിൻ്റെ അവിടെയാണ് ഇത്രയും മീൻ ഉടക്കിയത്. ഇതൊരു സൂപ്പർ ഉറുവായ തുളിയ. ഇവിടുത്തെ പോലെ തന്നെ നമുക്ക് വെള്ളം കുരിച്ചിരിക്കണം. ഇതേ വരുന്ന അയ്യോ, പിന്നെയും തൂളി തന്നെയാണ് വരുന്നത്. ഇത് മൊത്തം ഇന്ന് ശാനപ്പയാവുന്നത്. കാര്യം നമ്മുടെ എമർജൻസി കെട്ടുപോയി, പെട്ടെന്നിരുന്ന് മൈക്ക് ഓഫായി പോയി. എല്ലാം കൊണ്ടും തകരാറാണ്. അതെ, മഞ്ഞക്കുരി. അറിയാൻ മതിയത് എങ്ങനെ ശരിയാവുമോ. ഒരു ഒഴുക്കെടുത്ത് ആണ് ഇത് ചപ്പ് കയറി വരുന്നുണ്ട്. തൂളിയ ഇന്ന് നമുക്ക് ചതനപ്പ് കഷ്ടകാലമായി. ഇന്ന് കാര്യം നമ്മുടെ മൈക്ക് ഓഫായി പോയി, എമർജൻസി പോയി. ഇനി പോട്ടെ, തൂളി തന്നെയാണ് വരുന്നത്. ഏത് വല മൊത്തം അഴുക്കാം കേട്ടോ. കൊക്കായ മഞ്ഞക്കുരിയാണ് നമ്മുടെ മഞ്ഞക്കുരി ചത്തുപോ. വീണ്ടും തൂളിയ തൂളി മഞ്ഞക്കുരി.
കുറച്ച് വെള്ളം ചരിക്കുക. വെള്ളം മുങ്ങി. ഒഴുക്ക് വന്നുകൊണ്ട് നമ്മുടെ വല മൊത്തം നാശമായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ചാലും മുന്നേ ഒഴുക്ക് വീണതാണ്. രാമൻ കുറയ്ക്കുന്നുണ്ട്. മഞ്ഞക്കുരി എന്നെ എടുക്കാനാ നമ്മള് 2-3 എണ്ണേ ഉള്ളെന്ന് വിചാരിച്ചാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പം ഒരു നല്ല ഒത്തിരി അത് മഞ്ഞത്തിരിയ. ഏത് മീനാണെങ്കിലും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകും. വല എല്ലാരും പറഞ്ഞു വല ഇങ്ങനെയല്ല ഇണക്കുന്നതെന്ന്. പക്ഷെ നമ്മളെങ്ങനെയാടാ, ഞാൻ എത്രയോ വർഷമായി ഇങ്ങനെ തന്നെ വല ഇണക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ വല വലിച്ച് തീരാറായി. നമ്മൾ വല വലിച്ച് തീരുകയാണ്. പക്ഷെ തീരുമ്പോഴും മീൻ കിട്ടിക്കൊണ്ടിരിക്കുക. പൂള വന്ന് കയറി. ഒരു മീൻ അവിടെ കിടക്കുന്നുണ്ട്. വല വലിച്ച് തീർന്നു. നമുക്കിനി ഈ മീന് ജീവനോടെ വേണ്ട. തീർന്നു എന്ന് പറഞ്ഞാൽ ആ അറ്റത്ത് പിന്നെ മീനാണ് കിടക്കുന്നത്. ഈ മീൻ നമുക്ക് ചാകാതെ ഊരി നമ്മുടെ ഇട്ടിരിക്കുന്ന വലിയ വലയ്ക്കകത്തേക്ക് ഇടുക എന്നുള്ളതാണ്. വല വലിച്ച് നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് നമ്മുടെ വലിയ വല കെട്ടിരിക്കുന്നതിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എത്ര എളുപ്പം ഈ മീൻ ഊരി ജീവനോടെ വലയ്ക്കകത്ത് ഇടുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അപ്പം ലാസ്റ്റ് കാണാം ഇനി. ഓക്കെ. മൊത്തം മീനോ? എന്തുമാത്രം മീനോ? വല പിടിച്ചപ്പോഴേ തന്നെ മൊത്തം മീനാ അതിനകത്ത്. നമ്മൾ വലയിലെ മീനെല്ലാം എടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടിയ മീൻ നമ്മുടെ ഈ വലയ്ക്കകത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ കൂടിനകത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ജീവനോടെ കിട്ടാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. എങ്കിലും കുറച്ചൊക്കെ ചത്തിട്ടുണ്ട്. അത് നമ്മളെടുത്ത് മാറ്റും. കാണിച്ചു തരാം. ഇന്ന് രാത്രിയിൽ നമ്മൾ പിടിച്ച മീനാണ്. കാണാവോ? കാണാവോ? ഇത് നിറച്ച് മീനാണ്. ഇതിനടിയിൽ ഒത്തിരി പൊക്കാനൊക്കത്തില്ല. പൊക്കി ഈ വല നമ്മൾ കീറിപ്പോകും. അതിന് മാത്രം വലയാണ്, മീനാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ കുറച്ചെണ്ണം ചത്തിട്ടുണ്ട്. എന്നാലും ഭൂരിപക്ഷം നമുക്ക് ജീവനോടെ തന്നെ കിട്ടും. നമ്മൾ ചത്തതിനെ നമ്മളിപ്പോൾ എടുത്ത് മാറ്റും. നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് നമ്മുടെ മീൻ ഫ്രഷോട് കൂടിയുള്ള മീൻ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇപ്പം മീൻ എന്തുമാത്രം കിട്ടിയെന്ന് നമ്മൾ വല വലിച്ചപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ചാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.